ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ. രേവതിയും സച്ചിയും കൂടി രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരെ അവർ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അവരങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആൻ്റണി എടുത്ത വീഡിയോയിൽ ശരത്തിന് പങ്കില്ല എന്നുള്ള കാര്യമൊക്കെ രേവതിയുടെ അമ്മ സച്ചി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഷർട്ടിൻ്റെ കാര്യവും അമ്മ പറയാണ് കേട്ടോ. ശരത്താണ് ഈ ഷർട്ട് വാങ്ങി തന്നതെന്നൊക്കെ ഉള്ളത്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മളുടെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. ഇത് അവൻ വാങ്ങി തന്ന ഷർട്ടാണോ? എന്താ രേവതി നീ അത് നേരത്തെ എന്നോട് പറയാഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ട് അവിടെ സച്ചി വഴക്കുണ്ടാക്കുകയാണ്. ആ സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ വാങ്ങി തന്ന ഷർട്ട് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അത് ഇട്ടുകൊണ്ട് അങ്ങ് അന്തസ്സ് കുറഞ്ഞു പോയോ എന്ന് ചോദിക്കുക. അതേടാ, നീ വാങ്ങി തന്ന ഷർട്ട് ഇട്ടാലേ എൻ്റെ അന്തസ്സ് കുറഞ്ഞു പോകുക തന്നെ ചെയ്യും. നീ നേരെ വഴിയിലൂടെ അല്ലല്ലോ കാശുണ്ടാക്കുന്നത്. അമ്മയാണെന്നുണ്ടെങ്കിലേ നേർവഴിയിലൂടെ അധ്വാനിച്ചുണ്ടാക്കുന്നതാ. നീ അങ്ങനെയല്ല. നീ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ വാങ്ങിത്തരുന്നതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് ഊരി ശരത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സച്ചി പോവുകയാണ് കേട്ടോ. രേവതിയുടെ അമ്മയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, മോനെ പോവല്ലേ, ആഹാരമൊക്കെ വെച്ചു, മോൻ അത് കഴിച്ചിട്ട് പോകണമെന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ട് രേവതിയും വിളിച്ചുകൊണ്ട് സച്ചി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ അനിയൻ വാങ്ങി തന്ന ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അനിയൻ വാങ്ങി തന്നതൊന്നും ഞാൻ ഇടില്ല എന്ന് പറഞ്ഞില്ലേ? അവ നേരായ രീതിയിലല്ല കാശുണ്ടാക്കുന്നത്, അതെനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. നിന്നോടും അച്ഛനോടും ഞാൻ പലതവണ പറഞ്ഞതല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല വരുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ നിർബന്ധം കാരണമാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ വേഷത്തിലാണോ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പോകുന്നത്? ഇങ്ങനെ കയറി കഴിഞ്ഞാലേ നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെയായിരിക്കും കുറ്റം പറയുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് പോയി ഷർട്ട് ഇടാതെ തിരിച്ച് കയറി വരുന്നത്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും പോകണ്ടെന്ന് പറയാണ്. അതിനെ സച്ചി എന്ത് ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽസിൽ നിർത്തിയിട്ട് ഒരു ഷർട്ട് വാങ്ങിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷർട്ട് ഇടാതല്ലേ അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ആ കടയുടെ ഓണർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടയോട് ഇത്ര വിശ്വാസമാണോ സാറ് ഷർട്ട് ഇടാതൊക്കെ വന്നു? ഞങ്ങളുടെ കടയോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ തന്നെ നല്ല ഷർട്ട് സെലക്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ട് നല്ല ഷർട്ടൊക്കെ സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ശരത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. നിൻ്റെ അനിയൻ വാങ്ങുന്നതൊന്നും എനിക്ക് വേണ്ട, അവൻ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്നുള്ളത് നിനക്കറിയില്ല, അവൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നുള്ള കാര്യവും നിനക്കറിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ അവൻ ചെയ്തത്? എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾക്ക് എന്തിനാ അവനോട് ഇത്ര ദേഷ്യം? എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയുക, എന്നാലല്ലേ എനിക്കറിയത്തുള്ളൂ അവൻ എന്ത് തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം. അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് നമ്മുടെ സച്ചി കാറിൽ കയറി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ ചന്ദ്രമതിയെ കൊണ്ട് നല്ല രീതിയിൽ അടുക്കളപ്പണിയൊക്കെ എടുപ്പിച്ച് നടു ഒടിഞ്ഞ് ചന്ദ്രമതി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ശ്രുതിയും ശ്രുതിയൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സച്ചി രേവതി അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവർ രാവിലെ ഈ ഷർട്ടല്ലല്ലോടാ ശ്രുതി ഇട്ടിട്ട് പോയത്, ഇവൻ എന്താ ഇപ്പോൾ പെട്ടെന്ന് ഈ ഷർട്ട് മാറ്റിയത്? അതിന് ശ്രുതിയും പറയുന്നുണ്ട്, അതെ രാവിലെ ഈ ഷർട്ട് അല്ലായിരുന്നു, ആ വീട്ടിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, എന്തായിരിക്കും നടന്നത്? എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൻ എവിടെ പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെ ആയിരിക്കും ഇവൻ വന്നതെന്നൊക്കെ പറയണം. അന്നേരമാണ് അച്ഛൻ ഇറങ്ങി വരുന്നത്. എന്താ ചന്ദ്രമതി, നിനക്ക് ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അച്ഛമ്മേ, അമ്മ എനിക്ക് നടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് എക്സസൈസ് പറഞ്ഞു തന്നതാണ്. ഒരു ജോലിക്കും പോകാത്ത നിനക്ക് നടുവേദന വരുമെന്ന് സുധീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളുടെ രേവതി ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ല മോളെ, നീ എന്താ എത്ര പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛമ്മ, ഇവിടെ ഒരുപാട് പണിയില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത്. ഇവിടെ പണിയുണ്ടെന്നുണ്ടെങ്കിലേ അത് എടുക്കാനും ഇവിടെ ആളുണ്ട് അല്ലേ ചന്ദ്രമതി? അതെ അമ്മേ, ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാന്ന് ചന്ദ്രമതി. ആ സമയത്താണ് നമ്മളുടെ സച്ചി ഇറങ്ങി വരുന്നത് കേട്ടോ. സച്ചി ഇറങ്ങി വരുമ്പോഴും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ രാവിലെ ഈ ഷർട്ടല്ലല്ലോ ഇട്ടിട്ട് പോയത്, രേവതിയുടെ അമ്മ വാങ്ങി തന്ന ഷർട്ടല്ലേ ഇട്ടിട്ട് പോയത്, ഇതെന്താ നീ എത്ര പെട്ടെന്ന് അത് മാറ്റിയത്? അതെന്താ അവിടെ പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവിടെ പോയി കണ്ടു, അവരെ കണ്ട് സംസാരിച്ച് തിരിച്ചു വന്ന അച്ഛമ്മ, അത്രേ ഉള്ളൂ. അത് മോശമായി പോയല്ലോ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്. അല്ല ഈ ഷർട്ട് എന്തിനാ നീ ഇത്ര പെട്ടെന്ന് മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്ത് ഉത്തരം പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സച്ചി രേവതി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.